ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കാറിന് ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാർ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് മുഴുവൻ കാണണം. ഇതാണ് നമ്മുടെ കാർ കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള പണി. നമ്മുടെ കാറിൻ്റെ സ്റ്റിയറിംഗ് വീലിലൊക്കെ പിടിച്ചിരിക്കുന്ന ഫംഗസ് കണ്ടോ ഒരുപാട് ഫംഗസ് പിടിച്ചിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ കളറ് ബ്ലാക്ക് കളറാണ്. ഫംഗസ് പിടിച്ച കാരണം ഈ ഒരു സ്റ്റിയറിംഗ് വീൽ ഇപ്പോൾ വൈറ്റ് കളറായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് വീലിൽ മാത്രമല്ല നമ്മുടെ സീറ്റിലുമൊക്കെ ഈ ഒരു ഫംഗസ് ഉണ്ട്. സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റിൽ, അതുപോലെ നമ്മൾ ചാരുന്ന ബാക്കിൽ ഇരിക്കുന്ന സീറ്റിൽ, പിന്നെ അതുപോലെ ഹാൻഡ് ബ്രേക്കിൽ, ഗിയർ നോബയിൽ എല്ലായിടത്തും ഈ ഒരു ഫംഗസ് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആക്ച്വലി ഈ ഒരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്ന ഒരു അസുഖമൊക്കെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ കോവിഡ് വന്നിട്ടുള്ള ഒരാളാണെങ്കിലുണ്ടല്ലോ, അവർ ഇതുപോലെയുള്ളൊരു കാറിൽ കയറി ഇരിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ബ്ലാക്ക് ഫംഗസ് പോലെയുള്ള രോഗങ്ങൾ വരും. നിങ്ങൾ സ്റ്റിറോയിഡൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ, നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ രോഗം, പനിയോ ന്യൂമോണിയ തുടങ്ങി ഒരുപാട് ബ്ലാക്ക് ഫംഗസ് വരെ പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കാറിൽ മാത്രമല്ല, ഇപ്പോൾ ഒരു ലോക്ക്ഡൗൺ കാലം ആയതുകൊണ്ട് നമ്മൾ കാർ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഒട്ടുമിക്ക കാറിലും ഇതായിരിക്കും സിറ്റുവേഷൻ. പ്രത്യേകിച്ചും നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു കാറിൽ യൂസ് ചെയ്യുന്ന കണ്ടോ, സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ പോർഷനിലൊക്കെ കണ്ടോ മൊത്തം ഫംഗസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഫംഗസിനെ എങ്ങനെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ റിമൂവ് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഈ ഫംഗസിനെ റിമൂവ് ചെയ്യിക്കാനുള്ള സ്പ്രേകളൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് നമുക്ക് ലഭിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ലോക്ക്ഡൗൺ കാലത്ത് അതൊന്നും നമുക്ക് കിട്ടാനായിട്ടുള്ള സൗകര്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ ഒരു പ്രശ്നം ഞാൻ പരിഹരിക്കാൻ പോണത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന നമ്മുടെ സാധാരണ വിനീഗറാണ് കേട്ടോ, നമ്മുടെ ചൊറുക്ക എന്നൊക്കെ പറയും കേട്ടോ. ആ ചൊറുക്കയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ ഉണ്ട്, നമ്മൾ സാധാരണ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന. അപ്പോൾ ഈ രണ്ട് ഐറ്റംസും വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ഫംഗസ് കളയാനുള്ള ആ ഒരു സൊല്യൂഷൻ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഞാൻ ഇടുവാണ് കേട്ടോ. ജസ്റ്റ് 1 സ്പൂണേ എടുക്കുന്നുള്ളൂ കേട്ടോ, കൂടുതലൊന്നും നമ്മൾ എടുക്കുന്നില്ല. ഇനി ആ ഒരു ബേക്കിംഗ് പൗഡറിലേക്ക് ഞാൻ കുറച്ച്, അതായത് ഒരു ആവശ്യത്തിന് നമുക്ക് ആ ഒരു കലങ്ങാൻ പാകത്തിന് ഞാൻ കുറച്ച് വിനീഗർ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. കണ്ടോ, നല്ല കിഡിലൻ റിയാക്ഷനാണ് കേട്ടോ കിട്ടണം. കണ്ടോ, വിനിഗറും ആ ഒരു ബേക്കിംഗ് പൗഡറും കൂടി ശരിക്കും നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. നല്ലൊരു റിയാക്ഷൻ വന്നിട്ട് ആ സൗണ്ടൊക്കെ കേട്ടോ. ഇനി അതിലേക്ക് ഞാനിവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കുറച്ച് വെള്ളം, 1 ഗ്ലാസ് ഒന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് അതൊന്ന് ഡൈല്യൂട്ട് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതല്ല തിളപ്പിച്ചാറ്റിയ വെള്ളമാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ മിക്സാണ് നമ്മൾ ഈ ഒരു ഫംഗസ് കളയാൻ വേണ്ടിയിട്ട് കാറിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വിനീഗറും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ചൊറുക്കയും ബേക്കിംഗ് സോഡയൊക്കെ ഉണ്ട്. ബേക്കിംഗ് സോഡയാണ് കേട്ടോ, നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ബേക്കിംഗ് പൗഡറല്ല, ബേക്കിംഗ് സോഡയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ക്ലീനിങ്ങിലേക്ക് നമുക്ക് കിടക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സാധാരണ ഒരു കോട്ടൺ തുണി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ ഒരു സൊല്യൂഷനിൽ ഞാൻ മുക്കിയതിന് ശേഷം നമുക്കിതുപോലെ പിഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫംഗസ് ഉള്ള സ്റ്റിയറിങ്ങിൻ്റെ ഈ പോർഷനിലൊക്കെ നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം. കണ്ടോ, സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു പോർഷനിലൊക്കെ നമുക്ക് ഇങ്ങനെ തുടച്ചു കൊടുക്കാം. കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഒറിജിനലി ആ സ്റ്റിയറിങ്ങിൻ്റെ കളറ് തെളിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, കറക്റ്റ് ആ ബ്ലാക്ക് കളറിലേക്ക് സ്റ്റിയറിങ് വരുന്നത് കണ്ടോ. നേരത്തെ വൈറ്റ് കളറായിരുന്നില്ലേ. ആക്ച്വലി നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോഴേക്കിനും ഒരു ഗ്ലൗസ് യൂസ് ചെയ്യുന്ന അത്രയും നല്ലതാണ് കേട്ടോ ഫ്രണ്ട്സ്. ഗ്ലൗസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്കൊക്കെ സ്പ്രെഡ് ആവുന്നത് നമുക്ക് മാക്സിമം നമുക്ക് തടയാനായിട്ട് സാധിക്കും. ആക്ച്വലി ഈ പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല രീതിയിൽ കൈ കഴുകുകയും വേണം. പ്രത്യേകിച്ചും കൊറോണ വന്ന് പോയിട്ടുള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ മാക്സിമം ഫംഗസിലൊന്നും തൊടാതെ നിങ്ങൾ മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഈ സീറ്റ് ബെൽറ്റിൻ്റെ ഈ ഒരു പോർഷനിൽ വരെ പിടിച്ചിട്ടുണ്ടാകും. ഈ ഒരു മോയ്സ്ചർ കാരണമാണ് കേട്ടോ ഈ ഒരു പ്രധാനമായിട്ടും ഫംഗസ് വരുന്നത്. ഞാനിത് വാട്ടർ വെച്ച് ഡൈല്യൂട്ട് ചെയ്യാനുള്ള പ്രധാന കാരണം ചിലപ്പോൾ ഈ ചൊറുക്ക അല്ലെങ്കിൽ ഈ ഒരു വിനിഗർ നമ്മുടെ കാറിൻ്റെ പ്ലാസ്റ്റിക്കായിട്ട് ചിലപ്പോൾ റിയാക്ട് ചെയ്തിട്ട് കളർ ഫീഡിങ്ങിനൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് കാരണം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വിനാഗിരി ആണെങ്കിൽ നിങ്ങൾ കുറച്ച് വാട്ടർ ഉപയോഗിച്ച് ഞാനിപ്പോൾ ചെയ്ത പോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മളിത് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയില്ല. അതുമാത്രമല്ല, ഈ ഒരു പ്രോസസ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ കാറ് ഒരു അരമണിക്കൂർ നേരമെങ്കിലും നിങ്ങൾ പറ്റുമെങ്കിൽ വെയിലത്ത് കൊണ്ടുപോയി ഒന്ന് ഓപ്പൺ ചെയ്ത് തരണം. എല്ലാ ഗ്ലാസ്സുകളും ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വേണം കേട്ടോ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്.
ആക്ച്വലി ഈ സൂര്യപ്രകാശവും അതുപോലെ തന്നെ ആ ഒരു വെളിച്ചവും ചൂടൊന്നും കടക്കാത്തതുകൊണ്ടാണ് ഈ ഒരു ഫംഗസ് ഫോർമേഷൻ നടക്കുന്നത്. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് വളരെ ചെറിയൊരു സബ്ജക്റ്റാണ്. ബട്ട് ഇപ്പോൾ ഈ ഒരു നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ബ്ലാക്ക് ഫംഗസ് ഒക്കെ ഇതുപോലെ പരക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്തിക്കാമെന്നൊക്കെ വിചാരിക്കുന്നത്. ഒരുപാട് ആളുകളുടെ വീട്ടിൽ കാറുകളൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ. ഇപ്പോൾ കാറൊക്കെ വളരെ കോമൺ ആണ്. അപ്പോൾ അത് കാരണം എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂസിൽ ഒന്നായിരിക്കും. അതുമാത്രമല്ല ഈ ഒരു ഫംഗസ് ആക്ച്വലി ഇങ്ങനെ സ്പ്രെഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫംഗസ് നമ്മുടെ AC വെൻസില്ലേ, ഈ കാണുന്ന AC വെൻറ്റില്ലേ, ഈ AC വെൻറ്റിലൂടെ അകത്തേക്ക് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു AC കോയിലൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ AC യൂസ് ചെയ്യുമ്പോൾ ബാഡായിട്ടുള്ള സ്മെല്ല് നമുക്ക് വരും. പിന്നെ AC എന്നൊക്കെ ബാഡ് സ്മെല്ല് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ അത് ക്ലീൻ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ എക്സ്പെൻസ് വരും. പിന്നെ ആ സ്മെല്ല് കാറിൽ നിന്ന് പോകത്തുമില്ല. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ടൈം ബൈ ടൈം നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് കേട്ടോ ഗൈസ്. പിന്നെ ഈ ഒരു ഫംഗസ് ബാധയൊക്കെ വന്നിട്ടുള്ള കാറിൽ നിങ്ങൾ ഇതുപോലെ ടിഷ്യൂ പേപ്പേഴ്സൊക്കെ ആ കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നതിൽ നിങ്ങളത് ഇനി മേലെ ഇത് യൂസ് ചെയ്യരുത്. കാരണം ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഫംഗസ് വന്നിട്ടുണ്ടാവണം. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. ടിഷ്യൂ പേപ്പർ മാത്രമല്ല, അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അല്ലെങ്കിൽ ഡ്രൈവ് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഗ്ലൗസ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും നമ്മൾ യൂസ് ചെയ്യരുത്. ഇത് വാഷ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ പിന്നീട് ഇത് യൂസ് ചെയ്യേണ്ടത്. കാരണം ഇതിലൊക്കെ നമുക്കിപ്പോൾ ഫംഗസ് പിടിച്ചിട്ടുണ്ടാവും. ടിഷ്യൂ പേപ്പറൊക്കെ ആണെങ്കിലും നമുക്കിതിനി ഉപയോഗിക്കാനേ കൊള്ളത്തുണ്ടാവില്ല. ഇത് നമുക്കിനി വലിച്ചെറിഞ്ഞ് കളയണം. ആക്ച്വലി ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഫംഗസ് ഉണ്ടാവും, ഫംഗസ് ബാധ ഉണ്ടാവും. നമുക്ക് കണ്ണും കൊണ്ട് കാണാൻ പറ്റത്തില്ല. നമ്മൾ അറിയാതെ ഇതൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ആ വൈറസ് നമ്മൾ ഇൻഹെയിൽ ചെയ്യും. അത് ഇൻഹെയിൽ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് സീരിയസ് ആയിട്ടുള്ള ന്യൂമോണിയ പിന്നെ അതുപോലെയുള്ള ഒരുപാട് മാരക രോഗങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സീറ്റിൻ്റെ നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ പോർഷനിലും സ്റ്റിയറിങ്ങിലും മാത്രമല്ല, നമ്മുടെ ഈ ഡോറിൻ്റെ ഈ ഒരു പാച്ചില്ലേ, ഈ ഡോറിൻ്റെ ഈ ഒരു പാച്ചൊക്കെ നമ്മൾ റബ്ബ് ചെയ്യണം കേട്ടോ. കണ്ടോ ഇവിടെയൊക്കെ നമുക്ക് ഫംഗസ് ഉണ്ട്. കണ്ടോ ഗൈസ്, ഇതെല്ലാം നമ്മൾ നീറ്റായിട്ട് ക്ലീനായിട്ട് ടൈം എടുത്ത് തന്നെ നമ്മൾ റബ്ബ് ചെയ്യണം. ഞാൻ ഈ വീഡിയോ പർപ്പസ് ആയതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റായിട്ട് ചെയ്യുന്നത്. ഇതിന് ശേഷം ഞാൻ ക്ലീൻ ചെയ്യും. അപ്പോൾ നമുക്ക് ബാക്കിലേക്ക് പോകട്ടോ. കണ്ടോ ബാക്ക് സീറ്റിൻ്റെ അവസ്ഥ കണ്ടോ, വൈറ്റ് പാച്ചസ് കണ്ടോ. ഇതാണ് ആ ഫംഗസ്. ഇത് ആക്ച്വലി നമ്മുടെ ഓവർലാൻഡറിൻ്റെ ആ ഒരു ഏണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഇവിടെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ഈ ലാഡർ ഞാൻ എടുത്തൊന്ന് വെച്ചേക്കട്ടെ. അപ്പോൾ ഇത് നമ്മൾ പുറത്താണ് കേട്ടോ ഓവർലാൻഡറിൻ്റെ ലാഡർ നമ്മൾ സാധാരണ ഗതിയിൽ കീപ്പ് ചെയ്യാറ്. ആക്ച്വലി ഫിക്സഡായിട്ടല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. കണ്ടോ ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇവിടെയൊക്കെ ശരിക്കും നല്ല ഹാർഡായിട്ട് അത് വന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഈ ഒരു ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ വിനാഗിരിയുടെ ഒരു സൊല്യൂഷൻ നല്ല രീതിയിൽ ഈ ഫംഗസിന് പിന്നെ അതിൽ ജീവിക്കാൻ പറ്റത്തില്ല. കാര്യം അത് കെമിക്കൽ കൂടിയൊരു സബ്സ്റ്റൻസ് ആണല്ലോ. ആക്ച്വലി എനിക്ക് അതിൻ്റെ കെമിസ്ട്രി ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാനിത് ഗൂഗിളിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ചതാണ്. നമ്മളെല്ലാവരും മറന്നു പോകുന്നൊരു പോർഷനാണ് ഈ ഒരു റൂഫ് ടോപ്പ്. ഇവിടെയും നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ വൈപ്പ് ചെയ്ത് വിടാനായിട്ട് നമ്മൾ മറക്കരുത്. ഇതുപോലെയുള്ള വൈറ്റ് റൂഫ് ടോപ്പ് ഇൻറ്റീരിയേഴ്സൊക്കെ ഉള്ള വണ്ടിയാണെങ്കിലും നമുക്ക് ഒരിക്കലും ഫംഗസ് കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് തന്നെ നമുക്ക് സീറ്റ് ബ്ലാക്ക് കളർ സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ കണ്ടോ, ഈ ബ്ലാക്ക് കളർ സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ കണ്ടുപിടിച്ചത്. ഇതുപോലെ വൈറ്റ് കളർ സീറ്റൊക്കെ ആണെങ്കിലും നമുക്ക് ഒരിക്കലും ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല, നമ്മൾ അറിയത്ത് പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് വണ്ടിയുടെ കളർ ഏതും ആയിക്കോട്ടെ, നിങ്ങൾ ഇതുപോലെ ഈ ഒരു കോവിഡ് ടൈമിൽ നിങ്ങളിത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം കേട്ടോ. നമ്മളറിയാത്ത രീതിയിലായിരിക്കും ഈ ഒരു സംഭവം വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ജീവൻ വരെ അപഹരിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് ബേക്കിംഗ് പൗഡർ നമ്മൾ കയ്യിലെടുത്തിട്ട് നമ്മളിങ്ങനെ ഈ ഫ്ലോർ മാറ്റ്സിലൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുടഞ്ഞിടുന്നത് വളരെ വളരെ നല്ലതാണ്. കണ്ടോ ഇതുപോലെ കുറച്ച് നമ്മളിങ്ങനെ ഫ്ലോർ മാറ്റിൽ ഇടുന്നത് വളരെ നല്ലതാണ്. അതുമാത്രമല്ല നിങ്ങളുടെ കയ്യിൽ വാക്യൂം ക്ലീനേഴ്സൊക്കെ ഉള്ള വീട്ടിൽ വാക്യൂം ക്ലീനർ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഇതുപോലെ സീറ്റിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം അത് വാക്യൂം ചെയ്ത് എടുക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. 2 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ എൻ്റെ കാറ് ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, 2 ആഴ്ചയായി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട്. ആക്ച്വലി നമ്മൾ ഇത്രയും ടൈമൊന്നും വണ്ടി ഓഫാക്കി നമ്മൾ ഇടാൻ പാടില്ല. ആക്ച്വലി അത് വണ്ടിക്ക് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അതുമാത്രമല്ല നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ AC ഉണ്ടല്ലോ, AC നമ്മൾ ഓണാക്കണം. ആക്ച്വലി AC ഓണാക്കുന്നതിന് മുന്നേ നമ്മുടെ ബ്ലോവർ ഫാൻ ഇല്ലേ, ആ ബ്ലോവർ ഫാൻ നമ്മൾ ഫുൾ സ്പീഡിൽ നമ്മളിങ്ങനെ പ്രവർത്തിപ്പിക്കണം. കണ്ടോ ആക്ച്വലി ഇത് ആ ഫംഗസും സ്മെല്ലും കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കേട്ടോ ഫുൾ സ്പീഡിൽ ഇപ്പോൾ ബ്ലോവർ ഓടിക്കൊണ്ടിരിക്കുവാണ്, വണ്ടി സ്റ്റാർട്ടിലുമാണ്. ഇനി ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു AC നമുക്കൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ ഇതാണ് ACയുടെ ബട്ടൺ. വലിയ ബാഡ് സ്മെല്ലൊന്നും ഇല്ല, നല്ല സ്മെല്ല് തന്നെ
വരുന്നത്. ഞാൻ പെർഫ്യൂമൊക്കെ ആക്ച്വലി എപ്പോഴും യൂസ് ചെയ്യുന്നത്. എപ്പോഴും എൻ്റെ കാറിൻ്റെ ഇൻറ്റീരിയർ ഞാൻ ക്ലീൻ ചെയ്താണ് വെക്കാറ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് AC ഒന്ന് ഓൺ ചെയ്യട്ടെ. വണ്ടിയുടെ ആ ഒരു റണ്ണിങ് ടൈം ഓണായി. യെസ്, AC ഓണായി. ലൈറ്റ് വെത്തി കേട്ടോ. ഹലോ, കൂളിംഗ് വരുന്നുണ്ട് കേട്ടോ. ഈ വണ്ടിക്ക് ആക്ച്വലി 5-6 വെൻറ്റുകളുണ്ട് കേട്ടോ. ഇവിടെ 1, 2, 3, 4 വെൻറ്റ് ഇവിടെ തന്നെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ കാലിൻ്റെ ഈ ഒരു പോർഷനിൽ നമുക്ക് AC-യുടെ വെൻ്റ് ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ AC-യുടെ വെൻ്റ് ഉണ്ട്. നമ്മൾ ഇതുവഴി ഈ ഒരു പൊസിഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ പല സൈഡിൽ നിന്നായിരിക്കും അങ്ങനെ കണ്ടോ. സ്ട്രെയിറ്റ് ഫേസിലേക്കാണ് വെച്ചിട്ടുള്ളത് കണ്ടോ. നമുക്ക് താഴത്തേക്കാക്കുമ്പോൾ നമുക്ക് ഇതുവഴി കാലിലേക്കായിരിക്കും നമുക്ക് AC നമുക്ക് വരുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും കാർ ഇനി കുറച്ച് വെയിലത്തേക്ക് നമുക്ക് കൊണ്ടുവിടാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആക്ച്വലി ചെയ്യേണ്ട ഒരു സംഭവമാണ്. നമ്മൾ കാറ് വെയിലത്തേക്ക് നമുക്ക് എടുത്തിടാം. ഹാൻഡ് ബ്രേക്ക് മാറ്റി ഗിയർ ഇട്ടു. ആക്ച്വലി വെയിലത്തേക്ക് നമ്മൾ കാർ എടുത്തിടുമ്പോൾ ഉണ്ടല്ലോ, ഇതിലെന്തെങ്കിലും ഫംഗസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ ഒരു വെയിലിൻ്റെ ചൂടിൽ ബാക്കിയുള്ള ഫംഗസുകളൊക്കെ പോവും. അപ്പോൾ തുറസായ സ്ഥലമാണെങ്കിൽ നമ്മൾ കാറ് നമുക്ക് ഡോറൊക്കെ തുറന്നിടാം കണ്ടോ. ഇപ്പോൾ നല്ല വെയിൽ കൊള്ളുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിടാം. കൂടുതലായും മഴക്കാലത്താണ് നമുക്ക് ഇതുപോലെയുള്ള ഫംഗൽ പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്ന ടിപ്പ് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്താൽ പോരാ, ഒരാഴ്ച കണ്ടിന്യൂസ്ലി ഒരു ദിവസം ഇടവിട്ട് നിങ്ങൾ മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. എന്നാലാണ് ആ ഫംഗസ് പൂർണ്ണമായിട്ടും നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് വിട്ടു മാറത്തുള്ളൂ. ഇത് ആക്ച്വലി ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു മാർഗ്ഗം മാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആമസോണിലൊക്കെ നിങ്ങൾക്ക് ആ ഒരു മോൾഡിൻ്റെ അല്ലെങ്കിൽ ഒരു ഫംഗൽ സ്പ്രേ ഒക്കെ കിട്ടും. അതൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ ഇത്രയും പാൻഡമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ദിസ് ഇസ് മീ കൊച്ചി വ്ളോഗർ സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.